ഹായ്, ഇന്ന് നമുക്ക് ബ്ലെൻഡറിൽ എങ്ങനെ ഈസി ആയിട്ടൊരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യൂബ് ആഡ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് എ പ്രസ് ചെയ്തതിന് ശേഷം ഒരു ക്യൂബ് ആഡ് ചെയ്യുക. ക്യൂബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിലേക്ക് പോവാം. എഡിറ്റ് മോഡിൽ പോയതിന് ശേഷം നമ്മൾ എഡ്ജിലേക്ക് ചേഞ്ച് ചെയ്യുക. എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം Ctrl+B പ്രസ് ചെയ്തിട്ട് ബെവൽ ആഡ് ചെയ്യുക. ഇതുപോലെ Ctrl+B പ്രസ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബെവലിലെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ആയിട്ട് കിട്ടും. അതിന് ശേഷം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ടൈപ്പിൽ കസ്റ്റം എന്ന് കാണാൻ പറ്റും. കസ്റ്റം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രീസെറ്റ് എന്നുള്ളത് ജസ്റ്റ് സ്റ്റെപ്സിലേക്ക് ചേഞ്ച് ചെയ്യുക. സ്റ്റെപ്സിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര സെഗ്മെന്റ് ആണോ വേണ്ടത് അതിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റെപ്പ് ആയിട്ട് കിട്ടും. എനിക്ക് വേണ്ടത് ഒരു 20 സെഗ്മെന്റ് ആണ്. ഞാൻ 20 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റെപ്സ് ക്ലിയർ ആയി വരുന്നത്. ഇനി ഒരുപാട് സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതുപോലെ ഈസി ആയിട്ടുള്ള പല പല ട്രിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.